ജൂലൈ 12 ഇന്ന് മലാല ദിനം. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവകാശത്തിനും വേണ്ടി താലിബാനോട് പോരാടിയ മലാല യൂസഫ്സായി എന്ന പെൺകുട്ടിയെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല. അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന മലാലയുടെ ജന്മദിനമാണെന്ന്. മലാലയോടുള്ള ആദരസൂചകമായി ജൂലൈ 12 UN മലാല ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിനത്തിൽ നമുക്ക് ആ ധീരയായ പെൺകുട്ടിയെ ഒന്നുകൂടി ഓർക്കാം. താലിബാന്റെ തോക്കിനു മുമ്പിൽ പോലും തളരാതെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി മലാല പോരാടി. 2012 ഒക്ടോബർ 9 ആർക്കും അത്ര പെട്ടെന്ന് മറക്കാനാവില്ല. വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന പാകിസ്ഥാനിലെ സ്കൂൾ ബസ് 2 അക്രമികൾ വളഞ്ഞു. ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന മലാലയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ബസ്സിനുള്ളിൽ മലാലയെ കണ്ടതോടെ അക്രമികൾ ആ പെൺകുട്ടിയുടെ ശിരസ് ലക്ഷ്യമാക്കി തന്നെ നിറയൊഴിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തിൽ കുഞ്ഞു മലാല വെടിയേറ്റ് നിലത്ത് വീണു. പക്ഷെ പിന്നീട് കണ്ടത് ബുള്ളറ്റിനേക്കാൾ വേഗത്തിൽ ലോക ജനത അവൾക്കായി അണിനിരന്ന കാഴ്ചയാണ്. മലാല ജനിച്ചു വളർന്ന സ്വാത് വാലി എന്ന സ്ഥലം താലിബാന്റെ ഭരണത്തിന് കീഴിലായതോടെയാണ് അവിടുത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പ്രതീക്ഷകൾ അസ്തമിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയാതിരുന്ന മലാല സ്വയം തീയായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തോടൊപ്പം അഭിപ്രായ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്കുണ്ടെന്ന് ബോധ്യമുള്ള കുഞ്ഞു മലാല BBC ചേർന്ന് അപരനാമത്തിൽ ബ്ലോഗുകൾ എഴുതി. തുടർന്ന് പാകിസ്ഥാനിൽ അവളുടെ ബ്ലോഗുകൾ വലിയ ചർച്ചയാകാൻ തുടങ്ങി. എന്നാൽ ജനാധിപത്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന തീവ്രവാദ സംഘടനയ്ക്ക് 15 വയസ്സ് മാത്രം പ്രായമുള്ള ബാലികയ്ക്ക് നേരെ നിറയൊഴിക്കാൻ ആ ബ്ലോഗുകൾ തന്നെ ധാരാളമായിരുന്നു. പക്ഷേ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ മലാലയെ പിഴുതെറിയാൻ ശിരസ് തുളച്ചു കയറിയ ബുള്ളറ്റിന് സാധിക്കുമെന്ന് കരുതിയ താലിബാനെ പിഴച്ചു. വെടിയേറ്റ് നിലത്ത് വീണ മലാല ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. അവിടെ നിന്നും അവൾ ലോകത്തിലെ മുഴുവൻ പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസ പോരാട്ടത്തിന്റെ ശബ്ദമായി മാറി. തുടർന്ന് സ്ത്രീകൾക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് 17-ാം വയസ്സിലാണ് മലാലയെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ലോകം ആദരിച്ചത്.